സിനുജി, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ, അതായത് ഷെയ്ഖ് സജ്ജാദ് ഗുൽ, അയാൾ കേരളത്തിലും പഠിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും വിവരങ്ങൾ നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പ്രതിഫലമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭീകരവാദത്തിൻ്റെ മണ്ണുകൾ, വേരുകൾ കേരളത്തിലേക്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു ഭീകരാക്രമണത്തിന് പിന്നിലുള്ള അയാൾ ഇവിടെ കേരളത്തിൽ പഠിക്കുന്നു. കേരളത്തിൽ പഠിക്കുമ്പോൾ സുഖമായിട്ട് കേരളത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. അതിൻ്റെ കൂട്ടുകക്ഷികളുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ആളുകളുണ്ടാകാം. അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഈ അന്വേഷണ ഏജൻസികളുടെ ഈ വെളിപ്പെടുത്തൽ നമ്മളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന ഏതാണ്ട് 50 വയസ്സോളം പ്രായമുണ്ട്. ഇയാൾക്ക് കേരളത്തിൽ ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇയാൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്രത്തോളം സഹായം അക്കാലങ്ങളിൽ ലഭിച്ചു എന്ന് ആലോചിച്ച് നോക്കി. ജമ്മു കാശ്മീരിൽ ജനിച്ചു വളർന്ന ആളാണ് ഈ സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇയാൾ പിന്നീട് ജമ്മു കാശ്മീരിൽ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് പഠിക്കാനായിട്ട് ഈ ബംഗളൂരുവിലേക്ക് എത്തുന്നു. MBA പൂർത്തിയാക്കുന്നത് ബംഗളൂരുവിലാണ്. അപ്പോൾ ഇയാൾ ഈ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ വരുന്നത് ചില ആസൂത്രണത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഇയാൾ കേരളത്തിലെത്തി ഇവിടെ ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നു. അപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ഇയാൾക്ക് ചില മോസ്കുകളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് ഈ പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇയാളാണ് എന്നുള്ളതിന്റെ നിർണായക വിവരം പുറത്തുവിടുന്നത്. അപ്പോൾ പഹൽഗാമിന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആദ്യം തന്നെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിരുന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീർ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സി സംഘടനയാണ് ഈ താലിബാന്റെയൊക്കെ പ്രോക്സി സംഘടനയാണ് ഈ പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അപ്പൊ അതിന്റെ മേധാവി എന്ന നിലയിലാണ് ഷെയ്ഖ് സജ്ജാദ് ഗുലിനെ അവർ കാണുന്നത്. ഇയാൾ പണ്ട് ഇവിടെ വന്ന സമയത്ത് 2002 തോന്നുന്നു, ഇയാളെ ഡൽഹിയിൽ വെച്ച് റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിക്കുന്നു. അന്ന് ഇയാളെ പിടിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ RDXന്റെ വലിയ ശേഖരം ഉണ്ടായിരുന്നു. അപ്പോൾ 5 കിലോ RDX ആണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. അങ്ങനെ ഇയാളെ പിന്നീട് വിചാരണ ചെയ്യുന്നു. ഇയാൾ എന്തിനാണ് ഈ സ്ഫോടക വസ്തു കൊണ്ടുവന്നത്, അപ്പോൾ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇയാൾ പിന്നീട് സമ്മതിച്ചു. കാശ്മീരിൽ ജനിച്ചു വളർന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയാണ് ഇയാളുടെ ഈ ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 2020-നും 24-നും ഇടയിൽ സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങളും പിന്നിലും ഇയാളായിരുന്നു. അതെ. അപ്പോൾ ഈ അതിനു മുമ്പാണ് ഇയാളെ പിടികൂടുന്നത്. അപ്പോൾ 2002 പിടികൂടിയ ഇയാളെ 10 വർഷത്തേക്ക്, അതായത് 2003 ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കാണ് വിചാരണ നടപടികൾ പൂർത്തിയായത്. അങ്ങനെ ഇയാളെ 10 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. 2013 ആയപ്പോൾ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇയാൾ RDXുമായിട്ട് വന്നതാണ്. കേരളവുമായിട്ട് നല്ല ബന്ധമുണ്ട്, ബംഗളൂരുമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ISIയിലേക്ക് ഇയാളെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇയാളെ നോട്ടമിട്ട് തുടങ്ങിയെന്നതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഇയാളെ പതുക്കെ ഈ TRFന്റെ ഒരു ചുമതല അങ്ങ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ജമ്മു കാശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വരുന്നത്. അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയം, ഞങ്ങൾ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമാക്കും. ഈ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തുന്നു. പക്ഷേ ഇയാൾ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയത്ത് 2022 ആയപ്പം നമ്മുടെ അന്വേഷണ ഏജൻസി ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞു. അതായത് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു, ഈ ഗുജ്ജർ എന്ന് പറയുന്ന, സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന ഇയാൾ ഭീകരവാദിയാണ്, ഇയാളുടെ തലയ്ക്ക് നമ്മൾ 10 ലക്ഷം രൂപ വിലയിടുന്നു, എവിടെ വെച്ച് കണ്ടാലും പിടികൂടണം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇയാൾ കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ നീങ്ങുന്നു. അപ്പോൾ കേരളത്തിലും ഭീകരവാദത്തിന് ബന്ധമുണ്ട്, ഭീകരവാദ തീവ്രവാദികൾക്ക് സഹായം നൽകുന്ന ചില ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ വലിയ വിമർശനവും പ്രശ്നവും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം ഈ പറയുന്ന സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന ഒരാൾ MBA കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തമ്മിലുള്ള പൊരുത്തക്കേട് ആലോചിക്കുക. MBA എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബിരുദാനന്തര ബിരുദ നിലവാരത്തിലേക്ക് അയാൾ എത്തി. പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ താരതമ്യേന ഒരു SSLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പ്ലസ് 2 അത് കഴിഞ്ഞ് പഠിക്കാൻ പോയാൽ മതി. അപ്പൊ ഇയാൾ എന്തിനാണ് ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ വന്നത്? അപ്പൊ കേരളത്തിലും ഇവരുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നും അവിടേക്ക് ഇയാൾ ചിലപ്പം വിന്യസ്തിയായിരിക്കും, നിങ്ങൾ അവിടെ പോയി കുറച്ച് പ്രവർത്തനം നടത്തണം. കാരണം ബംഗളൂരു എന്ന് പറയുന്നത് ഇടയ്ക്ക് സ്ഫോടനങ്ങളൊക്കെ നടന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെയും ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പൊ ഇയാൾ RDXുമായിട്ട് വന്നു. അപ്പൊ RDX ഇയാളുടെ കയ്യിലേക്ക് ഡൽഹിയിൽ എത്തിക്കണമെങ്കിൽ ഇയാളുടെ നെറ്റ്വർക്ക് എത്ര വലുതാണ്. അപ്പൊ റാവൽപിണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാൾ പല ഭീകരാക്രമണത്തിലും ഉണ്ട്. ഇപ്പം ബിനു പറഞ്ഞ പോലെ സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളാണെന്നാണ് പറയുന്നത്. അപ്പൊ കാശ്മീരിൽ പ്രാഥമിക വിദ്യാഭ്യാസം, ബംഗളൂരുവിൽ പിന്നെ MBA പൂർത്തിയാക്കുന്നു, കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വരുന്നു. അപ്പൊ 50 വയസ്സിനിടയിൽ ഇയാളുടെ ഒരു വ്യാപ്തി എത്ര വലുതാണെന്ന് ആലോചിച്ചു. 2002 ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ RDXുമായി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയിരുന്നു. അതായത് നഗരത്തിൽ സ്ഫോടനം ഇടാൻ ലക്ഷ്യമിട്ട് വന്നതാണ്. അതുപോലെ തന്നെ 2003 ഓഗസ്റ്റ് 7-ന് 10 വർഷം തടവിന് വിധിച്ച ആളാണ്. 2017 ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ISI ലക്ഷ്യമിടുകയും ലഷ്കർ-ഇ-തൊയ്ബയുടെ കീഴിൽ TRFലെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ആരൊക്കെയെ പ്രവർത്തിച്ചാൽ നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ സൈനിക തലവൻ ഈ ആക്രമണത്തിന് 2 ദിവസം മുമ്പാണ് പ്രകോപനപരമായ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഒരു സൈനിക മേധാവി ഒരിക്കലും ഉപയോഗിക്കാത്ത രീതിയിൽ ഖുറാനിലെ സൂക്തങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് അവരെ ഇങ്ങനെ കൂട്ടി നിർത്താനായിട്ട് ഇയാൾ ശ്രമിച്ചു. കാരണം പ്രവാസി പാകിസ്ഥാനികൾക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയിലാണ് ഇയാൾ പങ്കെടുത്തത്. അപ്പം ഖുറാൻ മനഃപ്പാഠമാക്കി ആദ്യത്തെ ഒരു സൈനിക മേധാവിയാണ് ഈ അസീം മുനീർ എന്ന് പറയാം. അപ്പൊ അസീം മുനീറിന്റെ ലക്ഷ്യം കൃത്യമായിരുന്നു. അയാൾ തീവ്രവാദികളെ ഉപയോഗിച്ച് അവിടെ ഒരു ആക്രമണം നടത്തുന്നു. കാരണം അന്ന് ഈ JD വാൻസ് ഇന്ത്യയിൽ വരുന്നു, അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. അപ്പൊ ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകാതെ ഞങ്ങളൊരു ആക്രമണം നടത്തിയെന്ന് വരുത്താനാണ് ശ്രമിച്ചത്. പക്ഷെ ഇവിടെ ആക്രമണം നടത്തുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ മുംബൈ ആക്രമണമൊക്കെ നടത്തിയതുപോലെയല്ല. പ്ലാൻ A പ്ലാൻ B എന്ന് പറയുന്ന പോലെ രണ്ടാമത്തെ സെക്ഷനാണ് ഇവർ തെരഞ്ഞെടുത്തത്. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുക ചെയ്തത്. 26 പേര് കൊല്ലപ്പെട്ടതിലെല്ലാം തന്നെ ഹിന്ദുമത വിശ്വാസികളായിരുന്നു. മുസ്ലിം മതത്തിലുള്ള കലീമ ചൊല്ലു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ വാർത്തകളൊക്കെ ആളുകൾ വിസ്മരിക്കാൻ അല്ലെ മനഃപൂർവ്വം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ചെയ്യുന്നത്? ഈ പറയുന്ന സജ്ജാദ് ഗുല്ലിനെ പോലെയുള്ള ആളുകൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് കേരളത്തിൽ ബന്ധമുണ്ട്, വേരോട്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരരുത്, ചർച്ചാ വിഷയമാകരുത്. എന്തായാലും അവിടുത്തെ സിന്ദൂരം വായിച്ചിട്ട് ഇത് നീ പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞതിന് കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പാരാമിലിറ്ററിയിൽ പാരാ കമാൻഡോയി പ്രവർത്തിച്ച ഒരാളാണ് ഇവിടേക്ക് വന്ന ഹാഷിം എന്ന് പറയുന്ന ഒരു തീവ്രവാദി. അയാളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ റാവൽപിണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സജ്ജാദ് ഗുൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഹാഷിമുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദികളെ തീവ്രവാദികളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഈ കാശ്മീർ മാറുമ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് വളരെ നിഷ്പ്രയാസം കേരളത്തിലേക്കും കടന്നു വരാൻ പറ്റും. അപ്പോൾ കേരളവും ഇത്തരത്തിലുള്ള ഭീകരവാദത്തിന്റെ ഹബ്ബാണെന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കും. സത്യത്തിൽ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ഇപ്പം ഈ പറയുന്ന ബംഗാളിൽ നിന്ന് ഉൾപ്പെടെ എത്ര പേരെ ഇവിടെ വരുന്നത്? അതൊക്കെ ബംഗ്ലാദേശികളാണ് അല്ലെ, ഭീകര സ്വഭാവമുള്ള ബംഗ്ലാദേശികൾ. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഇവരെന്നും ഭീഷണിയാണ്. അതിനു വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഏതായാലും ഈ ഇത്തരത്തിൽ കേരളവുമായുള്ള ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ പഠനത്തിന് ഇപ്പം ഈ പറഞ്ഞ പോലെ വലിയ കോഴ്സുകൾ പഠിച്ച ആൾ ഇവിടെ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നു. അതുമാത്രമല്ല കേരളത്തിൽ അയാളുടെ വേരുകൾ എത്രമാത്രം ഉണ്ട്, ഇത് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഭീകരവാദത്തിന് കേരളം എത്രമാത്രം ഒത്താശ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതുപോലെ തന്നെ തഹാവൂർ ഹുസൈൻ റാണയും ഇത്തരത്തിൽ കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അയാൾ താജ് ഹോട്ടലിൽ താമസിച്ച സമയത്ത് നിരവധി പേർ അയാളെ കാണാൻ വന്നിരുന്നു. ഒരു മോഡലും നടിയുമായൊരു ലേഡി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജഡ്ജിമാർ ഒക്കെ ആയിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും മുൻ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ കേരളത്തിൽ ആരൊക്കെയായി ബന്ധമുണ്ടെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഈ കേരളം ഇതിനുള്ള മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരുമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ പലപ്പോഴും ഇപ്പം നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂരിന് പല കമ്മ്യൂണിസ്റ്റ് അണികൾ അതിനെ വേറൊരു തലത്തിലാണ് അതിനെ കാണുന്നത്. അതായത് യുദ്ധം എന്ന് പറയുന്നത് ആർക്കും പറ്റില്ല, മറ്റ് രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ജനതയുടെ വികാരങ്ങൾ കാണണം, കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇരിക്കുന്നവർക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ്. പക്ഷേ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ആ കാശ്മീർ അതിർത്തിയിലൊക്കെ ഉള്ള ആളുകളാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റ് അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത്തരത്തിൽ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അതായത് ഈ പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതാണ് കേരളം അത്ര അപകടകരമായ ഒരു അവസ്ഥ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ ഷെയ്ഖ് സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന വ്യക്തി 50 വയസ്സുകാരനാണ്. ഇയാൾ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നു. ബംഗളൂരിൽ MBA പൂർത്തിയാക്കിയിട്ടാണ് ഈ കോഴ്സ് പഠിക്കാൻ ഇവിടെ എത്തിയത് എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. മാത്രമല്ല ഇയാൾ ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇയാൾ പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു ലാബൊക്കെ തുറന്നു. പക്ഷേ ഈ ലാബ് തുറന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനാണ്. കാരണം ഞാൻ വെളിയിൽ പോയി പഠിച്ചു, ഇതാണ് പഠിച്ചത്. അപ്പോൾ ഇയാൾ MBA വരെ പഠിച്ചു. ഇത്രയും കാലം എവിടെ ആരൊക്കെയായിട്ടുള്ള കണക്ഷൻ? കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാൽ ആരുമായിട്ടുള്ള
കണക്ഷൻ. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ അല്ലെങ്കിൽ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു സഹോദര സംഘടനയെ ഇത്രയും കാലം നയിച്ചത് ഈ പറയുന്ന കേരളത്തിൽ പഠിച്ച സജ്ജാദ് ഗുല്ലാണ്. അപ്പോൾ കേരളത്തിൽ ഇയാളുമായി കണക്ഷനുള്ള ആളുകൾ ആരാണെന്ന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നീണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരൊക്കെ മാറി അടുത്ത തലമുറ വന്നിരിക്കും. പക്ഷേ ഭീകരവാദത്തിൻ്റെ വേരുകൾ കേരളത്തിലേക്കും ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കൊച്ചിയും തിരുവനന്തപുരവും അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് വരെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകാം, കൂടുതൽ സുരക്ഷ അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.